നമസ്കാരം. ഇത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്നലെ ഒരു പോസ്റ്റർ ഇട്ടുണ്ടായി ചാതുർവർണ്ണത്തിനെ പറ്റിയിട്ട്, ആശ്രമധർമ്മങ്ങളെ പറ്റിയിട്ട്. അത് ഒന്ന് വിസ്തരിച്ചാൽ തിരക്കടില്ല എന്ന് ഒന്ന് രണ്ട് പേര് അഭിപ്രായപ്പെട്ടത് കാരണം അത് എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിലാവട്ടെ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇടുന്നത്. അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങൾ, ചാതുർവർണ്ണി എന്ന് പറയാം. വർണ്ണാശ്രമധർമ്മങ്ങളുടെ പ്രസക്തി എന്താണ്, അത് എങ്ങനെ ഉണ്ടായി, അതിൽ അവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പറയാം. അതിന് നമ്മൾ തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ആത്മജ്ഞാനവും ധാർമ്മിക ജീവിതവും എന്നായിരിക്കും നന്നായിരിക്കുക. ഇത് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേദാന്ത വിജ്ഞാനം എന്നൊരു ഗ്രന്ഥമുണ്ട്. വേദാന്ത വിജ്ഞാനം റിട്ടൺ ബൈ സ്വാമിജി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആരാന്നറിയില്ല. ഒരു സന്യാസി അത്ര ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എങ്ങനെയാണ് കാണാൻ ഇടയായതെന്ന് പറഞ്ഞാൽ, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഒരു അര ഫർളം ദൂരത്താണ് ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ബ്രഹ്മസ്വം അല്ലെങ്കിൽ ദേവസ്വം ശ്രീകൃഷ്ണ ക്ഷേത്രം. അത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ ട്രസ്റ്റ് ആവുക കാരണം ഞങ്ങളൊക്കെ ജനിച്ചതും വളർന്നതും അതിലാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഊട്ട് കൊടുക്കുക, അവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഈ ഊട്ടുപുര എന്നുള്ളതിൻ്റെ സംജ്ഞ. അത് 1964 ഫെബ്രുവരി മാസം വരെ നടത്തിയിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരു 12 വയസ്സ് പ്രായം. അത് കഴിഞ്ഞിട്ടും ഊട്ട് നിർത്തിയതിൻ്റെ ശേഷം പരിചയമുള്ള ആൾക്കാർ വന്നാൽ രാത്രി കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ആഹാരമില്ല, കാരണം ദേവസ്ഥാനാണ്, പുഴ, കുളം, ക്ഷേത്രം, നല്ല എന്താണെന്നാ പറയുക, കോലായ എന്നാ പറയുക. ആൾക്കാർക്ക് ഒരു 10-20 ആൾക്കാർക്ക് സുഖമായിട്ട് കിടക്കാൻ ഒക്കെ ഒരു സംവിധാനം. അപ്പോൾ രാത്രി വണ്ടിക്ക് ഒക്കെ എന്താണെന്ന് പറയുക, വടക്കോട്ടും തെക്കോട്ടും പോകുന്ന വണ്ടിക്ക് വന്ന് ചെറിയ ബസ്സിനൊക്കെ പോകണം, അല്ലെങ്കിൽ കാൽനടയായിട്ട് പോകണം എന്നുള്ള കാലമായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഈ പട്ടാമ്പി ഊട്ടുപുരയിൽ വന്നിട്ട് താമസിച്ചിട്ടേ, അപ്പോൾ അതിനും ഗ്രേഡൊക്കെ ഉണ്ട്. ആദ്യം വരുന്നവർക്ക് നല്ല തലയണി ഉണ്ടാവും, നല്ല പുൽപ്പായി ഉണ്ടാവും. അത് 2-3 കഴിഞ്ഞാൽ പിന്നെ തലവണിക്ക് കവർ മോശമാവും, തഴപ്പാഴയായിരിക്കും, ഇങ്ങനെ പലതും പറയുമ്പോൾ ഒക്കെ പറയണ്ടേ. അപ്പോൾ ഇദ്ദേഹം പട്ടാമ്പിക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഭാരതപ്പുഴ ക്രോസ് ചെയ്താൽ അവിടെ ആയിരുന്നു ഇവരുടെ ആശ്രമം ഉണ്ടായിരുന്നത്. അപ്പോൾ കാരക്കാടേക്ക് പോകുന്ന, ഷൊർണൂർക്ക് പോകുന്ന റെയിൽവേ ലൈനിൽ കൂടെ കുറച്ചങ്ങനെ പോയി അവിടെ ഒരു കടവ് കിടക്കണം. ആ കടവ് കടന്നിട്ടാണ് ഇവർ പോയിരുന്നത്. എന്നാൽ ഈ ജ്ഞാനാനന്ദ സരസ്വതി സമാധി ആവുന്നതിന് ഒരു 20 വർഷം മുന്നേ അദ്ദേഹം ആ ദേശമംഗലം ഭാഗത്തുള്ള ആസ്ഥാനം വിട്ട് ജ്ഞാനകുടീരം പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ആണ് സെറ്റിൽ ചെയ്തത്. അവിടെ നിന്നാണ് 67 ഗ്രന്ഥങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതിലൊന്ന് വലിയൊരു ട്രഷർ എന്ന് പറയത്തക്ക വിധത്തിൽ വേദാന്ത വിജ്ഞാനം പറഞ്ഞിട്ട്, അതിൽ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 ആൾക്കാർ സമകാലീനമായ സംശയങ്ങൾ അറിയാത്തത് കാരണം ചോദിച്ചു. അപ്പോൾ അത് അവരെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതിനാണ് ആത്മജ്ഞാനവും ധാർമ്മിക ജീവിതവും എന്താണെന്ന് പറയാം. അതിൽ ഈ സബ്ജക്റ്റ് വരുന്നുണ്ട്, എന്താണ് വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത്. പുരാണങ്ങളിൽ പലപ്പോഴും
പലയിടത്തും വർണ്ണാശ്രമധർമ്മങ്ങളെപ്പറ്റി ചോദിക്കുന്നതും പറയുന്നതും കാണാം. ധർമാനുഷ്ഠാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയ ലോകസമ്മതന്മാരായ മഹത് വ്യക്തികളായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. അവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഭാഗവതത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീ നാരദ മഹർഷിയോടും ഉദ്ധവർ ശ്രീകൃഷ്ണ പരമാത്മാവിനോടും വർണ്ണാശ്രമധർമ്മങ്ങളെ വിവരിച്ചു പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്ന ഭാഗമുണ്ട്. അത് കണ്ടുപിടിക്കുക സ്വയം. അവർ രണ്ടാളും വിസ്തരിച്ചു പറയുന്നുമുണ്ട്. ഇങ്ങനെ മറ്റു പുരാണങ്ങളിലുമുണ്ട്. എന്താണ് ഇതിൻ്റെ ആവശ്യം? അതാണല്ലോ നമ്മൾ ഇതിങ്ങനെ ഒരു വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞത്. വർണ്ണാശ്രമധർമ്മങ്ങളുടെ പ്രാധാന്യത്തെ കാണിക്കാനും അവ ആത്മജ്ഞാനത്തിന് എത്രമാത്രം സഹായകങ്ങളാണെന്നും കാണിക്കാൻ വേണ്ടിയാണ് അവയെ ഒരു പുരാണത്തിൽ നിന്ന് ഒന്നിലധികം പ്രാവശ്യം കീർത്തിക്കുന്നത്. പല പ്രകാരത്തിലുള്ള സംസാരധർമ്മങ്ങളെ കൊണ്ടും, സംസാരധർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ജീവിത ഉപാധികളെന്നർത്ഥം, അത് ധർമ്മത്തിൽ ഒതുങ്ങിയതായിരിക്കണം. രാഗാദി വികാരങ്ങളെ കൊണ്ടും കർമ്മവാസനകളെ കൊണ്ടും അകവും പുറവും നിറഞ്ഞ പ്രാകൃതനായ ഒരാൾക്ക് ആത്മജ്ഞാനവും ആത്മസാക്ഷാത്കാരവുമൊക്കെ സാധിക്കുക എന്നത് വിഷമമേറിയ കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാളെ കൂടി ആത്മസാക്ഷാത്കാരത്തിന് അധികാരിയാക്കുന്നു ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങൾ കേട്ടുപഠിക്കുന്ന കാലം, ഗുരുമുഖത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ വിദ്യാർത്ഥികൾ കേട്ടുപഠിക്കും. അവർ പഠിക്കുന്നതിനാണ് ശ്രുതി, കേട്ടുപഠിക്കുക. അതിനെ മനനം ചെയ്ത് പറയണതിനാണ് സ്മൃതി, സ്മരണയിൽ നിന്ന് പറയുക. ഇങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. കേട്ടുപഠിക്കുക. എഴുതി പഠിക്കുന്ന കാലം കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ ബാലപാഠമാണ് വർണ്ണാശ്രമധർമാനുഷ്ഠാനം. ഈശ്വരീയതയെ പ്രാപിക്കുക. ആ ഈശ്വരീയതയെ സ്വന്തം ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ചില ചിട്ടവട്ടങ്ങൾ വേണം. അതിനുള്ള ഉപാധി ജീവന്മാരുടെ പരമ്പരാഗതമായ സംസ്കാരങ്ങളെ തരംതിരിച്ച് വിഭജിച്ചതാണ് വർണ്ണങ്ങൾ. അതായത് ഒരു സമൂഹത്തിലുള്ള ജനങ്ങളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ തൊഴിലുകളെ ആധാരമാക്കി, പ്രത്യേകം ശ്രദ്ധിക്കണം, തൊഴിലുകളെ ആധാരമാക്കി, അറിവിനെ ആധാരമാക്കി തരംതിരിക്കപ്പെട്ടിട്ടുള്ളതാണ് വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ. വർണ്ണങ്ങൾക്ക് അവലംബം സംസ്കാരമാണെങ്കിൽ, ഒരു ജനതയുടെ സംസ്കാരമാണെങ്കിൽ, ആശ്രമങ്ങൾക്ക് അവലംബം ജീവിത രീതിയാണ്. അപ്പോൾ പറയണു, വർണ്ണത്തിന് ജനനം കൂടി കാരണമാണെന്ന അഭിപ്രായം ഇപ്പോൾ നിലവിലുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. യോനിജന്മാരേനെ അല്ല വർണ്ണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ചെയ്യുന്ന കർമ്മം, അവരുടെ വിദ്യാഭ്യാസം, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ പറയണു, വർണ്ണത്തിന് ജനനം കൂടി കാരണമാണെന്ന അഭിപ്രായം നിലവിലുണ്ട്. ജനനം കൊണ്ട് മാത്രമേ വർണ്ണത്വം സിദ്ധമാവൂ എന്ന ന്യായം ശ്രുതി കൊണ്ടും യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സമർത്ഥനം ചെയ്യാൻ വിഷമം. അത് സ്റ്റാൻഡ് ചെയ്യില്ല. ജന്മം കൊണ്ട് ആണ് ബ്രാഹ്മണനാവണത്, ജന്മം കൊണ്ടാണ് ക്ഷത്രിയനാവണത്, ജന്മം കൊണ്ടാണ് വൈശ്യനാവണത്, ജന്മം കൊണ്ടാണ് ശൂദ്രനാവണത് എന്ന് പറയാൻ പറ്റില്ല. കണ്ടക്ടർ എന്നൊരു വിഭാഗം, അതിൽ ബ്രാഹ്മണനും ബ്രാഹ്മണ ജാതിയിൽ പറഞ്ഞവനും ക്ഷത്രിയവർഗത്തിലുള്ളവനും വൈശ്യനുള്ളവനും ശൂദ്രനുള്ളവനും ഉണ്ട്. ഇനി നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ കാര്യം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ജാതി സ്പിരിറ്റുള്ള കാലത്ത് കൂടി അവർ സദ്ഗുരുക്കന്മാരായി തീർന്നത് അവരുടെ സ്വന്തം എന്താണ് പറയുക, സ്വന്തം താല്പര്യം കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടുമാണ് അല്ലേ. അപ്പോൾ അവർ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഗുരുക്കന്മാരായിട്ടുള്ളത്, അവരുടെ വിദ്യയുടെ മാർഗത്തിൽ കൂടെയാണ്. അപ്പോൾ വിദ്യവാൻ അവനാരാ? വിദ്യവാൻ അവനാണ് ശ്രേഷ്ഠൻ.
അപ്പോൾ പറഞ്ഞേണ്ട താല്പര്യം, എന്നാൽ ആചരണം അങ്ങനെയാണെന്ന് പറയുന്ന പക്ഷം അത് സമ്മതിക്കാം, ആചരണം. പക്ഷേ ഇന്നും തെക്ക് ഭാഗത്തും വടക്കു ഭാഗത്തും ഒക്കെ നല്ല നല്ല ആശ്രമങ്ങളിൽ ഉപനയനം വേണമെങ്കിൽ ഉപനയനം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചോദില്ല, ഏത് ജാതിയിലത്തെ ചോദില്ല. പക്ഷെ ഉപനയനം ചെയ്താൽ അതിൽ പറഞ്ഞ മാതിരി ജീവിക്കണം, അതാണ്. ആ ഗുണഗണങ്ങളെ നിലനിർത്താനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം ആചരണങ്ങൾക്ക് ഏതെല്ലാം ന്യൂനതകൾ ഉണ്ടാവാം, അതിൽ ഒരു വകഭേദം എന്ന് മാത്രം വെച്ചാൽ മതി. എന്നല്ല, ജീവിതത്തിന് അതൊരു സൗകര്യവുമാണ്. ജനിക്കുന്ന ഓരോരുത്തരുടെയും വ്യവസ്ഥ ചെയ്യാൻ പ്രത്യേകം ഒരു പ്രയത്നം ആവശ്യമില്ല. അതാത് കുടുംബത്തിൽ ജനിക്കുന്നവർ അതാത് വർണ്ണസ്ഥന്മാരെന്ന് പൊതുവെ തീർച്ചപ്പെടുത്തിയാൽ വർണ്ണവ്യവസ്ഥ സുഗമമായി തീരുന്നു. ജീവിതത്തിൽ സംസ്കാരത്തിന് പ്രാമാണ്യം കൊടുക്കാതിരിക്കും കാലത്തോളമാണ് ഈ സുഗമത ചോദ്യം ചെയ്യാതെ കണ്ടിരിക്കുള്ളൂ. പ്രാമാണ്യം കൊടുക്കാതിരുന്നാൽ സംസ്കാരത്തിന്, അപ്പോൾ പറയണത് ചെയ്യപ്പെടാതിരുന്നിരിക്കുന്നത്. സംസ്കാരത്തിന് വളർച്ചയുണ്ടാവുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും ഈ സമ്പ്രദായം സംസ്കാര സമ്പന്നന്മാർ നിഷേധിക്കപ്പെടുന്നതുമായി തീരും. അങ്ങനെ ചെയ്താൽ അതൊരു തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. ഏതായാലും സംസ്കാരമാണ് വർണ്ണത്തിൻ്റെ മാനദണ്ഡമെന്ന് പറഞ്ഞുവല്ലോ. അതാണ് ഒരു സംസ്കാരം. ഏത് സംസ്കാരത്തിലാണ് ഒരു വ്യക്തി ഇരിക്കുന്നത്, അതാണ് അയാളുടെ വർണ്ണം. സ്വാഭാവികമായി വാസനാസ്വരൂപേണ തന്നെ സിദ്ധിക്കുന്നതാണ് ഒരാളുടെ സംസ്കാരം. ഭാഗവതന്മാരില്ലാത്ത വീട്ടിൽ ഭാഗവതന്മാരുണ്ടാവണില്ലേ? അധ്യാപകന്മാരില്ലാത്തവരുടെ വീട്ടിൽ അധ്യാപകന്മാരുണ്ടാവണില്ലേ? കണക്കറിയാത്തവരുടെ വീട്ടിൽ മാത്തമാറ്റിക്സ് എക്സ്പെർട്സ് ഉണ്ടാവണില്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനെ അന്യതാകരിക്കാനും വിഷമം. അങ്ങനെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രവർണ്ണങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന സംസ്കാരങ്ങൾ ഇന്നിന്നവയാണെന്ന് ശ്രുതിയും ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്, സിദ്ധാന്തിച്ചിട്ടുണ്ട്. അതാത് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവർ അതാത് വർണ്ണങ്ങളെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. പ്രസ്തുത വർണ്ണങ്ങളിൽ ജീവിക്കുന്നവർ എന്തെന്ത് ധർമ്മങ്ങളെ ആചരിക്കണം, എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ധർമ്മകൽപ്പന. അതാത് വർണ്ണസ്ഥന്മാർ തത്വധർമ്മങ്ങളെ ആചരിച്ച് ശുദ്ധി വരുമ്പോൾ, ആ വാക്ക് ശ്രദ്ധിക്കണം, ശുദ്ധി വരിക, ആചരണങ്ങളിൽ നിന്നാണ് ശുദ്ധി ഉണ്ടാവുന്നത്. സംസ്കാരങ്ങൾ തന്നെ മാറി ജീവന് ശുദ്ധിയും ഉയർച്ചയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ജീവൻ്റെ ശ്രേഷ്ഠമായ എഴുന്നേൽപ്പ് എന്നല്ല പറയേണ്ടത്, ഉയർച്ചയിലേക്കുള്ള എന്താണ് പറയുക ഉയരത്തിലേക്കുള്ള യാത്ര, അതാണ് ഉദ്ദേശം. അപ്പം ജീവിതത്തെ നാലാക്കി തരംതിരിച്ച് പ്രസ്തുത 4 ഘടകങ്ങളെ കൊണ്ടും ഇഹപരങ്ങളായ ലോകങ്ങളിലെ എല്ലാ നന്മകളും അനുഭവിച്ച് തൃപ്തിപ്പെടാറാക്കി തീർക്കലാണ് ആശ്രമങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. എന്താ ആശ്രമങ്ങളെന്ന് പറഞ്ഞാൽ? ആശ്രമങ്ങൾ 4, അതായത് വിദ്യാഭ്യാസം ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥം, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം, അത് കഴിഞ്ഞാൽ സന്യാസം. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് 25 വയസ്സുകാലം, 25 വർഷം, ജനിച്ച ദിവസം മുതൽക്ക് 25 വർഷം ഗൃഹസ്ഥാശ്രമം, 25 വർഷം വാനപ്രസ്ഥം, 25 വർഷം സന്യാസം. ഇങ്ങനെയാണ് 100 വർഷം എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്. അത് ആർക്കും ആവാം. ഈ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുക, ഈ ആത്മാവിനെ മനസ്സിലാക്കുക, ഏതിനെ സ്വീകരിക്കണം, ഏതിനെ ഒഴിവാക്കണം. പ്രപഞ്ച വസ്തുക്കളോടുള്ള താല്പര്യമാണെങ്കിൽ ഭൗതികതയായി. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെയും കൂടി നിയാമകനായിരിക്കുന്ന നിരാകാര രൂപിയായിരിക്കുന്ന നാമരൂപങ്ങളില്ലാത്ത ഈശ്വരനെയാണ് അനുസന്ധാനം ചെയ്യണത്, അതിനാണ് താല്പര്യം എങ്കിൽ അത് ആധ്യാത്മികമായി, സ്പിരിച്വാലിറ്റിയായി. അപ്പോൾ അതാണ് ഈ 25 വർഷം. അത് പഠിച്ചത് എന്ത്?
അത് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരലാണ് ഗൃഹസ്ഥാശ്രമത്തിൽ. അത് കഴിഞ്ഞ് 25 വർഷം വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കാട് കയറല്ല, മനസ്സാകുന്ന കാട്ടിലേക്ക് പോവുക, തിരിയുക, എന്നിട്ട് അവിടെ വെട്ടിത്തെളിയിക്കുക, എന്നിട്ട് ഈശ്വരോപാസന നിരാകാരത്തിൽ ചെയ്യുക. അതിനാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞത്, അല്ലാണ്ട് കാട്ടുകയറല്ല. സന്യാസം എന്ന് പറഞ്ഞത് സ്വയം ആർജിച്ചത് സമൂഹത്തിന് വേണ്ടി ത്യജിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇഹപരങ്ങളായ ലോകങ്ങളിലെ എല്ലാ നന്മകളും അനുവദിച്ച് തൃപ്തിപ്പെടാറാക്കി തീർക്കലാണ് ആശ്രമങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങൾ കൂടെ വഴിയായി പ്രയാണം ചെയ്യുന്ന ഒരാൾ ഇനി ഈ സംസ്കാരം എന്ന് പറഞ്ഞില്ലേ, ഈ സംസ്കാരം ബ്രാഹ്മണരുടെ സംസ്കാരം, ക്ഷത്രിയൻ്റെ സംസ്കാരം, വൈശ്യൻ്റെ സംസ്കാരം, ശൂദ്രൻ്റെ സംസ്കാരം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ബ്രാഹ്മണര് എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കുക, വിദ്യ അഭ്യസിപ്പിക്കുക. വിദ്യ കൊണ്ട്, അതായത് വേദവിദ്യ, ഇനി അതും വേണം, വേദവിദ്യ, കൈക്കോട്ട് കളിക്കാനല്ല പറയണത്. അപ്പോൾ വേദവിദ്യ, ഈ അതിനാണ് നോർത്ത് ഇന്ത്യയിൽ പറയും ചതുർവേദി 4 വേദങ്ങൾ പഠിച്ചവർ, ത്രിവേദി 3 വേദങ്ങൾ പഠിച്ചവർ, ദ്വിവേദി 2 വേദങ്ങൾ പഠിച്ചവർ, ഇങ്ങനെയൊക്കെ. അത് അവരാണ് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യിപ്പിക്കാൻ അധികാരികൾ. അതിനവർക്ക് ദക്ഷിണ വാങ്ങാം, അങ്ങനെ. എന്നാൽ ക്ഷത്രിയരെന്ന് പറയുമ്പോൾ അവർ രാജ്യത്തിൻ്റെ സംരക്ഷണം, വീടിൻ്റെ സംരക്ഷണം ഒക്കെ അവർ നിബന്ധിച്ചിരിക്കണം. പിന്നെ വൈശ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം. അത് ഇന്നത്തെ കച്ചവടമല്ല എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, മനുസ്മൃതിയിലൊക്കെ പറയുന്നുണ്ട് 25% മീതെ ലാഭം എടുക്കാൻ പാടില്ല. പരാശര സംഹിതയിൽ, വിതുരനീതിയിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ 100-200% ലാഭം എടുത്തിട്ട് അതിൽ 25% ഡിസ്കൗണ്ട്, അങ്ങനെയല്ല. അപ്പോൾ എല്ലാറ്റിനും മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ശൂദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 സംസ്കാരമുള്ളവരേനെയും വേണ്ട പോലെ ആദരിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ബ്രാഹ്മണൻ മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ നിന്ന് ആളുണ്ടായത് എന്ന് കഥ പറയുമ്പോൾ പറയണം. കൈകൾ അതാണ് ക്ഷത്രിയൻ, ഊരുക്കൾ അതാണ് വൈശ്യൻ, പാദം അതാണ് ശൂദ്രൻ. അപ്പോൾ ഇത് ഒരാളുടെ ശരീരഭാഗങ്ങളാവുക കാരണം ഈ 4ഉം ഈ വർണ്ണത്തിലുള്ളവർക്ക് വേണം. ബ്രാഹ്മണ്യം വേണം, ക്ഷത്രിയത്വം വേണം, വൈശ്യത്വം വേണം, ശൂദ്രത്വം വേണം. എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ തൻ്റെ മഠത്തിൻ്റെ, തൻ്റെ ഭവനത്തിൻ്റെ 4 അതിരുകൾ സംരക്ഷിക്കുമ്പോൾ അയാൾക്ക് എന്തുണ്ടായിരിക്കണം? ചെറിയൊരു ക്ഷത്രിയത്വം വേണം. അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ മറ്റുള്ളവരെ ശരാശരി സദ്ബുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ, കുബുദ്ധികളാണെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റും. അപ്പോൾ ബ്രാഹ്മണൻ നഷ്ടം വരും. അതേമാതിരി തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതസന്ധാരണം നിലനിർത്താനുള്ള കാര്യങ്ങൾ വാങ്ങാൻ, കൊടുക്കാൻ, ക്രയവിക്രയം ചെയ്യാൻ അറിയണം. അപ്പോൾ ഒരു പെർസെൻറ്റേജ്, സർട്ടൻ പെർസെൻറ്റേജ് വൈശിഷ്ട്യം വേണം. പിന്നെ സ്വന്തം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുക, ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കുക, കുട്ടികളെ ശുശ്രൂഷിക്കുക, കുട്ടികൾ പാരൻസിനെ ശുശ്രൂഷിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ശ്രേഷ്ഠമായ ശൂദ്രത്വം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പറയൂ. അപ്പോൾ ഒരാളുടെ 4 ഭാഗങ്ങളാവുമ്പോൾ അത് ഈ 4 ഗുണങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ടതാണ്. ഇപ്പം ഞാൻ സ്വാധ്യായം ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ ആരാധനാമൂർത്തിക്ക് പൂജ ചെയ്യുമ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുമ്പോൾ ഞാൻ ക്ഷത്രിയനാണ്.
അവർക്ക് വേണ്ടി ക്രയവിക്രയം ചെയ്യുമ്പോൾ ഞാൻ വൈശ്യനാണ്. ഞാൻ എൻ്റെ പാരൻസിനെ, എൻ്റെ കുട്ടികളെ, ഐദർ സ്പൗസ് ശുശ്രൂഷിക്കുമ്പോൾ ശൂദ്രത്വം. അപ്പം ഇതെല്ലാം ഗുണഗണങ്ങളെ അനുഭവിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ദശമസ്കന്ധത്തില്, ഭാഗവതം ദശമസ്കന്ധത്തില് നാരദര് ഭഗവാൻ ഈ 16,008 ഗ്രഹങ്ങൾ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണു? പൂജ ചെയ്യാണ്, വേദങ്ങൾ ചെല്ലുകയാണ്. വേറൊരു വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ധനുർവിദ്യ അഭ്യസിപ്പിക്കുകയാണ്. വേറൊരു വീട്ടിൽ പോകുമ്പോൾ പശുവിനെ കറക്കണം. വേറൊരു വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം പിന്നെ എന്താണ് പറയുക, പിന്നെ വീട് വൃത്തിയാക്കണം. ഇങ്ങനെ പലതരത്തിലും അദ്ദേഹം ഏർപ്പെട്ടതായിട്ട് പറയണു ഭാഗവതം. എന്നാൽ ഭഗവാനൊക്കെ ആ മായാദേവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ. ഭഗവാൻ എന്തിനാണ് അതൊക്കെ കാണിക്കണത്? എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അപ്പോൾ ഈ വർണ്ണം എന്നുള്ളത് ഒരു പ്രത്യേക സംസ്കാരത്തിൽ കഴിയുന്ന ആൾക്കാർ, അല്ലാതെ യോനിജന്മാരേനല്ല. അത് യോനിജന്മാരെന്ന് പറഞ്ഞത് അജ്ഞാനം കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. ഭാഗവതത്തിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചാൽ തന്നെ അവർക്ക് അറിയാം അല്ലേ? സൂത ഉവാച. ആരാണ് ഈ സൂതൻ? ശൂദ്രന. അപ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രശ്നം എപ്പോഴും ഉണ്ടോ? ഇല്ല. പഠിച്ചവർ തമ്മിലില്ല, പഠിക്കാത്തവർ തമ്മിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ വർണ്ണങ്ങൾ, അതേമാതിരി ആശ്രമങ്ങൾ, ആ ആശ്രമധർമ്മങ്ങൾ, അതേമാതിരി ഈ വർണ്ണ പരിഗണന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ ഒരേ തൊഴിൽ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു അസോസിയേഷൻ, ഒരു സംഘം. പക്ഷേ അവർക്ക് മറ്റുള്ള തൊഴിലുകൾ ചെയ്യരുതെന്നില്ല. ഏത്? ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും ബ്രാഹ്മണർക്ക്. അതേമാതിരി ക്ഷത്രിയനും അല്ലേ? ജനക മഹാരാജാവ് ക്ഷത്രിയനായിരുന്നിട്ടും ഋഷീശ്വരന്മാരെ വെല്ലുന്ന ജ്ഞാനിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് വ്യാസപുത്രനായിരിക്കുന്ന സുഖബ്രഹ്മ മഹർഷിക്ക് കൂടി സംശയ നിവാകരണം ദേവി ഭാഗവതം വായിച്ചവർക്കറിയാം. ഇങ്ങനെ അതേമാതിരി ദ്രോണാചാര്യർ ബ്രാഹ്മണനായിരുന്നു. പക്ഷേ അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ അതായത് ഈ ഹസ്തിനപുരത്തിലെ ധനുർവേദം പഠിപ്പിക്കുന്ന ആളായിട്ട് മാറി, ആചാര്യനായിട്ട് മാറി. കൃപാചാര്യർ, ഇങ്ങനെ പല ആൾക്കാരും. ഇനി ആരായിരുന്നു? പിന്നെ വിതുരര്, യമധർമ്മരാജാവിൻ്റെ അവതാരം. അദ്ദേഹം കഥയിലാരായിരുന്നു? ശൂദ്രനായിരുന്നു. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സംസ്കാരത്തിലുള്ളവരെ മറ്റുള്ളവരുടെ സംസ്കാരം എന്തെന്ന് അറിഞ്ഞിട്ടുള്ളവരും, അല്ലാതെ കണ്ട് എന്താണ് പറയുക, എല്ലാറ്റിനും മറ്റുള്ളവർ വേണം എന്ന് പറഞ്ഞാൽ നടന്നിക്കില്ല. അതാണ്. അപ്പോൾ എഴുത്തച്ഛനാണെങ്കിലും, തുഞ്ചത്ത് എഴുത്തച്ഛനാണെങ്കിലും ശരി, അദ്ദേഹം ഏത് ജാതിയിലാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജാതി വ്യവസ്ഥ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരത്തിന് വേണ്ടിയിട്ട്. അതിൽ ആരും ഒന്നിനേക്കാൾ ഒന്ന് മേലെ താഴെ എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവരും ഒപ്പം ജീവിച്ചാൽ മാത്രമേ സമൂഹം അല്ലേ, ഒരു രാജ്യത്തിൽ എല്ലാവരും ഒരേപോലെ ആ രാഷ്ട്രബോധത്തോടു കൂടി, പരസ്പര വിട്ടുവീഴ്ചകളോടുകൂടി, പരസ്പര ധാരണയോടുകൂടി, ഏകോദര സാഹോദര്യത്തോടുകൂടി, അങ്ങനെയാണ്. രാതില്ല എവിടെ? വാതിൽ തുറക്ക്. ഏകോദര സാഹോദര്യത്തോടുകൂടി വസുദൈവ കുടുംബകം, അതായത് വാസുദേവര്. അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ഈ വർണ്ണവ്യവസ്ഥകളും ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമ അവസ്ഥകളും എന്താണെന്ന് മനസ്സിലാക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതാത് ആശ്രമത്തിലിരിക്കുമ്പോൾ ആചരിക്കേണ്ട ജീവിത രീതിയാണ് ആശ്രമധർമ്മമെന്ന് പറയണത്. വർണ്ണാശ്രമങ്ങളുടെ സ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിച്ചു കൊണ്ടുള്ള ജീവിതം ഒരു ജീവനെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുകയും സൽക്കർമ്മങ്ങളെ ആചരിപ്പിക്കുകയും അതുവഴി എല്ലാ അശുദ്ധികളെയും ദുരിതങ്ങളെയും അകറ്റി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പാത്രമാക്കി തീർക്കുകയും ചെയ്യുന്നു.
ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന സത്സംഗം കൊണ്ട് ഗുരുശുശ്രൂഷ കൊണ്ടും വേണ്ടത്ര പാകത വരുമ്പോഴാണ് ഒരാൾക്ക് തത്വവിചാരത്തിനും തത്വഗ്രഹണത്തിനും അർഹത വരുന്നത്. തത്വഗ്രഹണവും തത്വാനുഭൂതിയുമാണ് ജീവിത ലക്ഷ്യം എല്ലാവർക്കും. അപ്പോൾ വർണ്ണാശ്രമങ്ങളുടെ അറിവോടും അനുഷ്ഠാനത്തോടും കൂടിയ ഒരു പുണ്യജീവിതമാണ് ഒരാളെ ജന്മസാഫല്യമായ പരാനുഭൂതിക്ക് വിധേയനാക്കി തീർക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പറയണു, അതാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും വർണ്ണാശ്രമധർമ്മങ്ങളെ ഇത്രമാത്രം പുകഴ്ത്തുന്നതും മുക്തകണ്ഠം ശ്രേഷ്ഠമാണെന്ന് പറയാനുമുള്ള കാരണം. അതിനാൽ ജ്ഞാനസമ്പാദനം വരെ തന്നെ എങ്കിലും ഒരാൾക്ക് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുപേക്ഷണീയങ്ങളാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. കൂടാതെ ഇഹപരങ്ങളായ ലോകാനുഭവങ്ങളിൽ ഭുക്തി കൊണ്ട് അവയുടെ നിസ്സാരത ബോധ്യപ്പെട്ട് വിരക്തി വന്ന് അവയെ തള്ളിക്കളഞ്ഞ് വേണമല്ലോ ഒരാൾക്ക് തത്വവിചാരവും തത്വനിർണയവും ഒക്കെ വരാൻ. അതിനും വർണ്ണാശ്രമധർമ്മ സേവനം, വർണ്ണവും ആശ്രമധർമ്മവും ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ വർണ്ണാശ്രമധർമ്മങ്ങൾ അജ്ഞാനത്തിന് തടസ്സങ്ങൾ, ആത്മജ്ഞാനത്തിന് തടസ്സങ്ങളല്ല, അത്യന്തം അനുകൂലങ്ങളാണ്. അതിനാണ് ഈ 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും വേണമെന്ന് പറയാൻ കാരണം. ആ 4 അവസ്ഥയിൽ കൂടെ വേണം നമ്മൾ പോവാൻ. വർണ്ണാശ്രമധർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള യാത്ര ലക്ഷ്യമായ പരമജ്ഞാനാനുഭൂതിയിൽ ഈശ്വരോപാസനയ്ക്ക് എത്തിച്ചേരുമോ എന്ന് പോലും സംശയമാണ്. എത്തിച്ചേരില്ല എന്നർത്ഥം. അപ്പോൾ വളരെ വിശാലമായ ഒരു അന്തരീക്ഷത്തിൽ മനസ്സിലാക്കേണ്ടതാണ് വർണ്ണവും ആശ്രമവും വർണ്ണാശ്രമ ചിന്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.